മൂന്നാറിലേക്കുള്ള യാത്രയും അവിടെ ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലെ അതിസുന്ദരമായ ഒരു താമസത്തിന്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. കൊച്ചിയിൽ നിന്ന് രാവിലെ ആരംഭിച്ച യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലം പാലം കടന്ന് മൂന്നാർ ടൂറിസ്റ്റുകളുടെ ഇഷ്ട കാഴ്ചയായ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി ഒന്നു നിന്നു. കൊച്ചി ധനുഷ്കോടി ഹൈവേയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം. നല്ല വേനലിൽ ഈ കാഴ്ച അപ്രത്യക്ഷമാകും. വീണ്ടും യാത്ര തുടർന്നു. മൂന്നാർ ടൗൺ എത്തുന്നതിന് 12 കിലോമീറ്റർ മുമ്പ് ആനച്ചാൽ ഗ്യാപ്പ് റോഡിലൂടെ 9 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച തേയിലത്തോട്ടത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ എത്തിച്ചേരാം. പേരുപോലെ തന്നെ സ്വപ്ന സുന്ദരമായ ഒരിടമാണിത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് ഈ കാഴ്ചകളിലൊന്ന് മയങ്ങിപ്പോകും. മോർ ദാൻ എ റിസോർട്ട്, ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ എന്ന ഇവരുടെ ടാഗ് ലൈൻ ചുമ്മാ ഒരു പരസ്യവാചകമല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഉച്ചയ്ക്ക് മുന്നേ എത്തണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും പതിവ് പോലെ അല്പം വൈകിയാണ് ഇവിടെയും എത്തിച്ചേർന്നത്. ചെക്ക് ഇൻ ചെയ്ത് നേരെ താമസ സ്ഥലത്തേക്ക്. തേയിലത്തോട്ടത്തിന്റെ നടുവിൽ സ്റ്റീൽ ആംഗ്ലെയറുകളുടെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കൂടി ആ കോട്ടേജിലേക്കുള്ള നടത്തം തന്നെ ഏറെ ഹൃദ്യമായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ്. തേയിലത്തോട്ടം ആവോളം ആസ്വദിക്കാൻ സാധിക്കുന്ന നല്ലൊരു ബാൽക്കണി, എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയൊരു മുറിയും നല്ല വൃത്തിയുള്ള വാഷ്റൂമും. ഇതാണ് ചുരുക്കത്തിൽ ഞാൻ താമസിച്ച കോട്ടേജ്. ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം റിസോർട്ട് ചുറ്റി നടന്ന് കാണുവാനിറങ്ങി. ഞങ്ങൾ താമസിച്ച കോട്ടേജുകൾ കൂടാതെ ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്റ്റേ ആണ് ഈ ട്രീ ഹൗസ്. മരത്തിനു മുകളിൽ നല്ല ബലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രീ ഹൗസുകൾക്ക് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോട്ടേജിന്റെ അത്രയും വലിപ്പം തോന്നിയില്ലെങ്കിലും ഈ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഈ ട്രീ ഹൗസിനാണെന്നറിഞ്ഞു. തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പിൽ, കോടമഞ്ഞിന്റെ തണുപ്പിൽ ഈ ട്രീ ഹൗസിലുള്ള താമസത്തിന്റെ ത്രില്ലും സുഖവും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവ കൂടാതെ ടീ ഗാർഡൻ, ഹണിമൂൺ കോട്ടേജുകളും മൂന്നാറിലെ മനോഹരമായ ചക്രമുടിമലയുടെ വിശാലമായ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കുന്ന സുപ്പീരിയർ മൗണ്ടൻ വ്യൂ റൂമുകളും. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ അടുത്തായി ഡിസേബിൾഡ് ആയ ഗസ്റ്റിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മറ്റൊരു റൂമും കാണാം. ഇവിടെയാണ് ഈ റിസോർട്ടിലെ സ്പായുള്ളത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കാരണം ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ മടിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പൂളിന്റെ അരികിൽ അങ്ങനെ കൂടി. അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത കോട്ടേജിൽ താമസിക്കുന്ന 3 പേർ ഈ തണുപ്പൊക്കെ എന്തെന്ന മട്ടിൽ ആ പൂളിലേക്ക് ചാടിയിരുന്നു. അല്പസമയം കൂടി റിസോർട്ടിലെയും തേയിലത്തോട്ടത്തിലെയും കാഴ്ചകൾ ആസ്വദിച്ച് ചുറ്റിയപ്പോഴേക്കും ഡിന്നർ ടൈമായെന്നറിഞ്ഞ് നേരെ റെസ്റ്റോറന്റിലേക്ക്. തേയിലത്തോട്ടത്തിൽ നിന്ന് ഈ റെസ്റ്റോറന്റിലേക്ക് ഒരു തൂക്കുപാലത്തിലൂടെയും പോകാം. പാലം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതിന്റെ കൈവരികളിൽ പിടിച്ച് സുരക്ഷിതമായി ഈ പാലം കടക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ റെസ്റ്റോറന്റിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത ഫുഡാകാൻ 15 മിനിറ്റോളം സമയം വേണ്ടിവരുമെന്നറിഞ്ഞപ്പോൾ റെസ്റ്റോറന്റിനോട് ചേർന്നുള്ള റിക്രിയേഷൻ ഹാളിൽ ഇരിക്കാമെന്ന് കരുതി. ടേബിൾ ടെന്നീസ്, ബില്ലിയാർഡ്സ്, ടേബിൾ സോക്കർ ഗെയിം, ചെസ്, ക്യാരംസ്, അങ്ങനെ കുറെ ഇൻഡോർ പ്ലേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഒന്ന് ട്രൈ ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. ഒടുവിൽ ഞങ്ങളെ കാണാതെ റെസ്റ്റോറന്റിൽ നിന്ന് സ്റ്റാഫ് വന്ന് വിളിച്ചപ്പോഴാണ് ഫുഡിന്റെ കാര്യം ഓർത്തത് തന്നെ. ചിക്കൻ ക്രീമി സൂപ്പും വെജിറ്റബിൾ പ്ലെയിൻ സൂപ്പും ചപ്പാത്തിയും റൊട്ടിയും ഷെഫ് സ്പെഷ്യൽ മാങ്ങയിട്ട ചെമ്മീൻ റോസ്റ്റും ചില്ലി ചിക്കനും പപ്പായ ജ്യൂസും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. പറയേണ്ടതില്ലല്ലോ, നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പൂളിനടുത്ത് ക്യാമ്പ് ഫയർ തുടങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ കാര്യം മറന്നുപോയിരുന്നു. ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തിയപ്പോഴേക്കും മറ്റ് ഗസ്റ്റുകൾ എല്ലാവരും പിരിഞ്ഞിരുന്നു. എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ ആ ചൂടിൽ അല്പസമയം അവിടെ ചെലവഴിച്ച് പിന്നെ ഉറങ്ങുവാനായി കോട്ടേജിലേക്ക് പോകുന്നു. രാത്രി നല്ല സുഖകരമായ ഉറക്കം. രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റ് നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ച് തേയിലത്തോട്ടത്തിലെ കാഴ്ചകൾ ആസ്വദിച്ച് കുറേ സമയം നിന്നു. അതിരാവിലെയുള്ള കോടമഞ്ഞ് മൂടിയ തേയിലത്തോട്ടത്തിന്റെ ഈ കാഴ്ച ആരെയും മോഹിപ്പിക്കുന്നതാണ്. സുഖമുള്ള തണുപ്പത്ത് രാവിലെ തേയിലത്തോട്ടത്തിലൂടെയുള്ള ഈ നടപ്പ് ഇവിടെ വരുന്ന എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചയും ഹൃദ്യമായ അനുഭവവുമാണിത്. രാവിലത്തെ നടത്തത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ബുഫേ ആയിരുന്നു.
നമ്മുടെ നാടൻ പൂരിയും മസാലയും ഇഡ്ഡലിയും ചമ്മന്തിയും തുടങ്ങി വെസ്റ്റേൺ കോണ്ടിനെന്റൽ ഐറ്റംസ് ഉൾപ്പെടെ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം. എല്ലാ റിസോർട്ടുകളിലെയും പോലെ ഇവിടെയും കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ പോയത് ഇവരുടെ ഒരു ഓഫ് റോഡ് റൈഡിനാണ്. പൊളാരിസിലാണ് ഈ റൈഡ്. എത്ര കുത്തനെയുള്ള കയറ്റവും കുണ്ടും കുഴിയുമുള്ള റോഡുമൊക്കെ ഈ പൊളാരിസിന് പുല്ലാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇവിടുത്തെ മറ്റൊരു ആകർഷണം കുതിരസവാരിയാണ്. പൊലാരിസ് ഡ്രൈവിനും കുതിരസവാരിക്കും അഡീഷണൽ പേയ്മെന്റ് നൽകേണ്ടതുണ്ടെങ്കിലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ അനുഭവവും അഭിപ്രായവും. ഈ റൈഡ് എൻഡിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഈ റിസോർട്ടിന്റെ മറ്റൊരറ്റത്തുള്ള ഒരു പാർക്കിലേക്കാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കുറെ ആക്ടിവിറ്റികൾ ഇവിടെ കാണാം. കുറെ സമയം ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഏകദേശം 12 മണിക്ക് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടം വിട്ടുപോരാൻ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അത്രയ്ക്കും മികച്ചതായിരുന്നു ഇവിടുത്തെ താമസവും കാഴ്ചകളും. അപ്രതീക്ഷിതമായ യാത്രയായതിനാൽ കുടുംബത്തെ കൂട്ടാതെയായിരുന്നു ഈ യാത്ര. അതുകൊണ്ട് തന്നെ അടുത്ത അവധിക്ക് കുട്ടികളുമായി എന്തായാലും ഇവിടെ വരണമെന്നുറപ്പിച്ചാണ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. റിസോർട്ടിന്റെ വിശദ വിവരങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. സുഹൃത്തുക്കളുമായോ കുടുംബമായോ ഒക്കെ വരാൻ 100% പറ്റിയ സ്ഥലം. മൂന്നാർ വരുമ്പോൾ വെറുതെ ഒരു രാത്രി താമസിക്കാൻ മാത്രമല്ല, ശരിക്കും ഒരു മുഴുവൻ ട്രിപ്പും ആസ്വദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരിടമാണിത്. ഇവരുടെ ടാഗ് ലൈൻ സത്യമാണ് കേട്ടോ. ഇത് വെറും ഒരു റിസോർട്ടല്ല, ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. മറ്റൊരു യാത്രയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.